നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മോളും ഐറൂസും വരുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റേതല്ല മോളുവിൻ്റെതാണ്. അവളിങ്ങനെ നല്ല ഓഫറൊക്കെ ഫ്ലിപ്കാർട്ടിൽ എന്തൊക്കെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഒരു ഡ്രസ്സ്. അതിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാൻ നിൽക്കുന്നത് ആ എറിഞ്ഞൊക്കെ കൊടുക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓളെ ചാനലുണ്ടാവും. ജേണി വിത്ത് ഹണി എന്നാണ് ഓളെ ചാനലിൻ്റെ പേര്. ഒന്ന് സെർച്ച് ചെയ്തതിൽ അതിലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ക്ലോത്ത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഐറൂസ് പിത്തനാക്കാതിരിക്കാൻ വേണ്ടി വല്യാപ്പി മോനും ഇവിടെ ബൈക്കുമ്മൽ വണ്ടിയിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് പോയതാണ്. ബൈക്കാന്നതാ ഇതുമൂനൊക്കെ കിട്ടിയിട്ട് ഓൾ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വരവായിരുന്നു. അപ്പോൾ അവളെയും കൂടി എടുത്തിട്ടാണ് ഈ വരുന്നത്. വയ്ക്കുന്നത് എന്തൊക്കെ മുട്ടായി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുട്ടായി തൊലിക്കാൻ വേണ്ടിയിട്ട് നേരെ ഐറൂസ് പോയത് ഓൻ്റെ അമ്മീൻ്റെ അടുത്തേക്കാണ് കേട്ടോ. മുട്ടായി തൊലിക്കുന്നത് വരെയുള്ള ക്ഷമയൊന്നും ഓനില്ല. പിന്നെ ജസ്റ്റ് ഓള് പാലൊക്കെ കൊടുത്തതിലും ഒന്ന് ഉറങ്ങിയിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പം. ആ സമയത്ത് ഞാൻ മോളൂന് കൂട്ടി ഒന്ന് അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട് അപ്പോൾ മോളൂന് പിടിച്ചങ്ങോട്ട് പോയതാട്ടോ. നമ്മൾ ഓട്ടോക്ക് നോക്കിയപ്പോൾ കിട്ടിയില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് നടന്ന് മമതയിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് ഇമ്മയും നജൂമും ഒക്കെ വരുന്നുണ്ട്. അവർ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അരീക്കോട് കാഞ്ഞിര അല്ല ഞങ്ങളുടെ ഫാമിലീൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ അവർ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മമതയിൽ കയറിയാൽ പിന്നെ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് വരുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് പപ്സും വാങ്ങി, പിന്നെ കുറച്ച് ബേക്കറി ചോക്ലേറ്റ് മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാലും വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും കയ്യിൽ നിറച്ച് സാധനങ്ങളായിട്ട് നേരെ കസവ് കേന്ദ്രയ്ക്കാണ് പോയത്. എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ മോളും പറഞ്ഞു നമുക്ക് 2 ഷാള് നോക്കാം, നോക്കി നോക്കാം, ഓൾ വിചാരിച്ച കളർ കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് ക്ലോത്തും ഇതൊക്കെ വാങ്ങി ഓൾതാം 2 ഷാളും വാങ്ങിയിട്ടു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഐറൂസിന് പറ്റിയ ഇങ്ങനെ ടീഷർട്ട് ഇങ്ങനെ വരിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ഫുട്ബോളിൻ്റെ ഒരു സംഭവം ആയതുകൊണ്ട് അതിന് മെച്ചെയ്യുന്ന ഒരു ജേഴ്സി മോഡൽ ടീഷർട്ടൊക്കെ നോക്കിയിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ വലിപ്പത്തിൽ അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വാങ്ങിയതിനൊക്കെ ഇതാ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ ഒരു ഓട്ടോയൊക്കെ പോയിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷയൊക്കെ ഓട്ടോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് പിണറായി എന്നോ വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഐറൂസ് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ കരയാനും നിന്നിട്ടില്ല. ഇതും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓന് ആ കിൻഡർ ജോയും നുറുക്കൊക്കെ കിട്ടിയപ്പോൾ ഓൻ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ പിന്നെ പപ്സ് തിന്നണ്ടേ. പപ്സ് നല്ല ചൂടുണ്ടായിരുന്നു. ഈ മമതയുടെ പപ്സും ഷവർമ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് കഴിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഞങ്ങൾക്ക്. അവിടെ വേഗം ചായ ഉണ്ടാക്കി ഞങ്ങൾ ഇമ്മാനെ നിജുമിനൊന്നും കാത്തു നിൽക്കാതെ ഞങ്ങൾ ആദ്യം തന്നെ പപ്സും ഒക്കെ കഴിച്ചു. ഞങ്ങളുടെ കൂടെ തന്നെ തുത്ത് വീഡിയോ കോളുണ്ട് കേട്ടോ. ഓളെ നോണിപ്പിച്ചുകൊണ്ടാണ് കഴിക്കണത്. നല്ല ഈ ഒരു ചൂട് കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ്. അവർ വരുമ്പോൾ ചൂടാറെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേഗം കഴിച്ചത്. അപ്പോൾ തുത്തൊന്ന് നുണഞ്ഞ അധികം നോക്കാതെ എന്തെങ്കിലും ദേഷ്യം പിടിച്ചിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭാഗ്യവിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.